സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ജൂൺ 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമാണ്. നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ പ്ലാസ്റ്റിക് നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതും കത്തിച്ച് കളയുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഹരിത കർമ്മസേന ഈ പ്ലാസ്റ്റിക്കുകൾ ഡ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. വലിയ നമ്മൾ വിചാരിക്കുമോ ഇനി കഴുകി ഉണക്കി ഇതൊക്കെ റെഡിയാക്കി വയ്ക്കണം, ഭയങ്കര ടാസ്ക് ആണല്ലോ. ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിട്ട് 2 ലാമ്പി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും. അവരൊന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ ചുമ്മാ എന്തിനാണ് നമ്മൾ കത്തിക്കാനോ അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മുടെ ഭാവിയിലേക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സിനിമാക്കാരൊക്കെ ശ്രദ്ധിക്കാനാണ്. ഇപ്പോൾ പോളി വിനൈൽ ക്ലോറൈഡ് വെച്ചിട്ടുള്ള ഫ്ലക്സ് നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും അത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. നല്ല തീരുമാനമാണ്. അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷേ സിനിമ ഫ്ലക്സുകളും അതുപോലെ തന്നെ ബാക്കി ഫ്ലക്സും ബാനറും ഒക്കെ ഇതിപ്പോഴും ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മാറി മറ്റേലോട്ട് പോകുന്നതായിരിക്കും പരിസ്ഥിതി കുറച്ചുകൂടി നല്ലത്. ഇത് ഭയങ്കര പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. അതിന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തിരുവനന്തപുരം മണക്കാട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 കാർത്തിക തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പോളിയെത്തിലീൻ ആ ഫ്ലക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പൂന്തോട്ടം അത് വെച്ചിട്ട് അവർ റീസൈക്കിൾ ചെയ്ത് പൂന്തോട്ടം പ്രദർശനമുണ്ട്. നമ്മുടെ ശുചിത്വ മിഷനും അതുപോലെ തന്നെ ഗ്രീൻ കേരള എന്ന് പറഞ്ഞ കമ്പനി ചേർന്ന് സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കാണുക. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ആരെങ്കിലും പറഞ്ഞ് ഫോഴ്സ്ഡായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മളായിട്ട് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് സ്വയം നമ്മുടെ ഒരു മൗലിക കർത്തവ്യം പോലെ എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളൊരു ഉപദേശം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സിനിമ തുടങ്ങാം. ഈ പടം അഭിനവ് സുന്ദർ നായിക്കിൻ്റെ 2ാമത്തെ പടം, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന് ശേഷമുള്ള സിനിമ. ഈ പടം കണ്ടുകൊണ്ട് തുടക്കത്തിൽ കുറേ നേരം ഇരുന്ന സമയത്ത് ഞാൻ എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ചേട്ടാ. ഞാൻ ഒരു CD പ്ലെയർ വീട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി വീട്ടുകാർ വാങ്ങിച്ചു തരാത്ത സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടുണ്ട്. ഞാൻ കൂലിപ്പണിക്ക് പോയി ഞാൻ അത് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് സിനിമയോട് ഭ്രാന്തായിരുന്നു എനിക്ക്. പിന്നെ തിയേറ്ററിൽ കാണുന്ന DTS എഫക്റ്റ്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കണത് നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV അങ്ങനെ സാധനം കണ്ടിട്ടില്ല. അത് കാണുമ്പം അതുപോലെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൂഫർ വാങ്ങിയ, ട്യൂട്ടർ വാങ്ങിയ, ഇതെല്ലാം കൊണ്ട് കലത്തിക്കൊണ്ടിടുക. എന്നിട്ട് കൂട്ടുകാരെ വിളിച്ച് കാണിച്ചിട്ട് കണ്ടാടാ DTS എന്ന് പറയുമ്പോൾ അവന്മാർ ഊക്കി വിടുക. ഇങ്ങനെയൊക്കെ വന്നിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു 90 കിഡ്സ് എന്ന നിലയ്ക്ക് തിയേറ്ററിൽ നിന്ന് കടകളിൽ പുതിയ പടത്തിൻ്റെ CD വരുമ്പം ആ CD വാങ്ങിക്കാൻ കൊടുക്കുക 20 രൂപ 10 രൂപ എടുക്കുക ഇല്ലാത്തതുകൊണ്ട് അത് കണ്ട് കൊതിവിട്ടിട്ടുള്ള ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനി ഫയൽ 90s കിഡ്സിനുള്ള ഒരു സിനി ഫയൽസിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സീനുകൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ റിലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കുറേ സാധനം കണ്ടപ്പോഴേക്കും എനിക്കത് ഭയങ്കര നൊസ്റ്റാൾജിയായിട്ട് ഫീൽ ചെയ്തു. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ നസ്ലൈന് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അയാളെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സിനിമയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് ഇതിനകത്തുണ്ട്. അതുപോലെ റൈറ്റിങ്ങിൽ ഒരുപാട് ബ്രില്യൻസ്, തോട്ട്സ്, പരിപാടികളൊക്കെ പുതുമയുള്ള പരിപാടികൾ ഈ സിനിമയിലുണ്ട്. നല്ല കിട്ടുന്ന സിനിമോട്ടോഗ്രഫി, സൗണ്ടൊക്കെ ഒന്നും പറയണ്ട. ജെയ്ക്സ് ബിജോയ് പരിപാടി, സിനിമയുടെ ടൊണാലിറ്റി എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് സിനിമയ്ക്ക് എൻഗേജ്മെൻറ്റ് എന്നൊരു സാധനം വേണമല്ലോ. നമ്മൾ എൻഗേജിങ് ആയിട്ടിരിക്കണ്ടേ. ആ രസച്ചരട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പടം പലയിടത്തും ഈ മറ്റേ സിനിമയുടെ സ്റ്റൈലുണ്ടല്ലോ, ഈ സെൽഫ് നരേഷൻ പരിപാടി, സ്വയം മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്നത്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആ പടത്തിൽ ഭയങ്കരമായിട്ട് അത് ആപ്റ്റായിട്ട് പോയതായിരുന്നു മുകുന്ദനുണ്ണിയിൽ. ഈ പടത്തിൽ വരുമ്പോൾ ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് സിനിമയെ വലിച്ചു കിട്ടും പോലത്തെയാണ് ഫീലാണ് ഉണ്ടായത് പലയിടത്തും. ആവശ്യമില്ലാതെ കയറ്റി വെച്ചും പോലെ ഈ സാധനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ ബ്ലോക്കിനടുപ്പിച്ചും സെക്കൻഡ് ഹാഫിന് തുടർത്തും പലയിടത്തും ഫോഴ്സ്ഡ് കോയിൻസിഡൻസ് സംഭവിക്കുന്നുണ്ട് സിനിമയിൽ. അത് പലതും ഇത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് പിന്നെയും പിടികിട്ടിട്ടില്ല. ഇനി എൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. അങ്ങനെ വന്ന് പലയിടത്തും. പക്ഷേ എന്നാൽ കുറേ മൊമെൻറ്റ്സ് കിട്ടില്ല സാധനങ്ങളുണ്ട് ഈ പടത്തിൽ. എസ്പെഷ്യലി ക്ലൈമാക്സ് സാധനങ്ങൾ കുറേ സാധനമുണ്ട് പടത്തിൽ. കിട്ടില്ല, നമുക്ക് കൈയടിക്കാവുന്ന ചിരിക്കാവുന്ന മൊമെൻറ്റ്സ് പടത്തിലുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം. ഇതുകൊണ്ട് പടം സെക്കൻഡ് ഹാഫിൽ തീരെ എൻഗേജിങ് അല്ലാതായിപ്പോയി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ചിലർക്കൊക്കെ ഇത് കണക്റ്റായി കിട്ടിയവർക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ആ സിനി ഫയൽസിനെ ആസ്വദിക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് തറലി എൻജോയ് ചെയ്തു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് എനിക്ക് അവിടെ ആയിട്ട് ഇത് നീട്ടിപ്പോയത് പോലത്തെ ഒരു ഫീൽ ഉണ്ടായി. സ്റ്റിൽ ഇതൊരു മോശം സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. ഈ പടം ഇതിനപ്പുറം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് തുടക്കമൊക്കെ വന്ന സമയത്ത് ഇതിനപ്പുറം ഞാനൊരു പടം കണ്ട് തീരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ സിനിമയിൽ. മാത്രമല്ല ഇതിൽ ക്യാരക്ടർ ആർക്ക് കൊടുത്തിരിക്കുന്നതും ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന സംഭവം എല്ലാം കിടുവാണ്. പക്ഷേ ഈ പറഞ്ഞില്ല, ഇതെല്ലാം കൂടി വന്ന് നരേറ്റ് ചെയ്ത് വെച്ച സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവിയൽ പരുവം പോലെ, എസ്പെഷ്യലി കുറേ സീനുകൾ
കുറേ ബട്ടർഫ്ലൈ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഷെക്കോസ് ഗൺ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത്. എസ്പെഷ്യലി നമ്മളെ ഈ ഇദ്ദേഹത്തിൻ്റെ മുരുകൻ കാട്ടാക്കടയുടെ ഒരു സംഭവം, അത് എന്തിനാണോ എന്തോ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട്. കുറച്ച് ബ്രില്യൻസ്, കുറച്ച് ബുദ്ധിജീവി ടൈപ്പ്, ഇതെല്ലാം അതിൻ്റെ മെയിനായിട്ട് ഈ പടം മറ്റേ മുകുന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞാൽ പക്ക ഡാർക്ക് ഹ്യൂമർ പടമാണ്. ഇതിൽ ഡാർക്ക് ഹ്യൂമർ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് അങ്ങനെ അതല്ല ഇതിൻ്റെ ജോൺറ. ഇതിൽ ജോൺറ എന്താണെന്ന് പോലും എനിക്ക് പിടി കിട്ടിയിട്ടില്ല. സിനിമയ്ക്കകത്ത് വരുന്ന തൊഴിൽ കുത്തുകൾ പരിപാടി, അതിൻ്റെ ഇടയിൽ ഡെസ്റ്റിനിക്കെതിരെയുള്ള പോരാട്ടം, തലയിലെഴുത്തിനെതിരെയുള്ള പോരാട്ടം, സെൽഫ് കോൺഫിഡൻസ്, അവന് മേലുള്ള വിശ്വാസം, അങ്ങനത്തെ കുറേ ഈഗോ പരിപാടി, തൊഴുത്തിൽ കുത്തി, ഇതെല്ലാം കൂടി ചേർത്ത് ഇതെല്ലാം കൂടി കാണിച്ച് കുറേ സാധനം, കുറേ ലേയേഴ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി അവിയിലായി പോയതുപോലെയാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നിയത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനായിട്ടുള്ള വന്നിട്ടുള്ള ചെറുക്കനാണ് ഒരു ഇത് കാണിച്ചുകൊണ്ട് ഭയങ്കര ക്യൂട്ടായത്. പിള്ളേരുടെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു തുടക്കത്തിൽ. ജെയ്ക്സ് ബിജോയുടെ സൗണ്ട് ഡിസൈൻ, സിനിമയിൽ അവിടെ ആയിട്ട് ഹൊറർ പാർട്ട് കാണിക്കുന്നുണ്ട്. സിനിമയുടെ പരിപാടിയൊക്കെയാണ് ഇതിനകത്തുണ്ട്. അതൊക്കെ ഭയങ്കര തിയേറ്റർ പഞ്ചുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഇടയ്ക്ക് തന്നെ മറ്റേ DTS സാധനം, എനിക്ക് നൊസ്റ്റാളജിയാണ്. പണ്ട് ധന്യ രമ്യയിൽ DTS കാണാൻ വേണ്ടി മാത്രമേ സിനിമ കാണാൻ പോകുന്നത്. DTS മറ്റേ ആ സാധനം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കാണിച്ചപ്പോൾ അത് ഏരിയസ് പ്ലസിൽ ആ സാധനം കണ്ടപ്പം അതുകൊണ്ട് ഒരു നൊസ്റ്റാളജി. അങ്ങനെ കുറേ സാധനങ്ങൾ ഭയങ്കര ഫസ്റ്റ് ഹാഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ എന്നുള്ള വികാരമായിട്ട് കാണുന്ന കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പരിപാടികൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ രണ്ടുപേരുടെ കുട്ടിക്കാലം കാണിച്ച് അവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതിനെ കറക്റ്റായിട്ട് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഷറഫുദ്ദീൻ്റെ, അതുപോലെ നസ്ലൈറ്റ്. അങ്ങനെ അവൻ സിനിമയ്ക്ക് അവന് പാഷനാണ്. അവൻ സിനിമയെന്ന് പറഞ്ഞാൽ അവന് സിനിമയാണ് അവൻ്റെ എല്ലാം. സിനിമ തിന്നുപോയി. അങ്ങനത്തെ ഒരു ക്യാരക്ടർ നസ്ലൈറ്റ് ഗംഭീരമായിട്ട് നസ്ല ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലെങ്തി ഷോട്ടുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. ഭീകര പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റും. അതിൽ ഓരോരുത്തരും കൂട്ടുകാരനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ റോഷൻ ഷാനവാസ് ആണെങ്കിലൊക്കെ എല്ലാവരും നല്ല പെർഫോമൻസ്. ഷറഫുവിൻ്റെ ഈ പടം കഴിഞ്ഞ് തീർന്നിട്ട് അവസാനം ടൈലൻറ്റിൽ കുറച്ച് ഒരു ചിരി പരിപാടിയൊക്കെ ഉണ്ട്. അത് ക്യൂട്ടായിരുന്നു. ഇങ്ങനെ പോയിട്ട് സിനിമയ്ക്കകത്തോട്ട് കാണുമ്പോൾ അവിടുത്തെ പ്രതിസന്ധികൾ നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും. കുറേ സിനിമകൾ ചില ഡയറക്ടർമാർ ഒരു സിനിമ മാത്രം ചെയ്തിട്ട് പിന്നെ അവനെ കാണാതെ മാഞ്ഞു പോയ ഡയറക്ടർമാരുണ്ട്. ചില സിനിമകൾ പെട്ടി കിടന്നു പോയിട്ടുണ്ട്. ചില സിനിമകൾ സ്ക്രീൻ കിട്ടാതെ പോയി. ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ, കുറേ പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു പരിധി വരെയൊക്കെ നല്ല രീതിയിൽ അത് ഡെലിവർ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നായകൻ മൊത്തം നന്മയുള്ളൊരു മനുഷ്യനാണ്. അവനെല്ലാവരും കൂടി സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തി അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് ഇത് പോകണില്ല. ഇവനും നെഗറ്റീവ് ഷെയ്ഡുണ്ട്, ഇവൻ്റെ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷേ ഇത് ഒന്നിനും ഒരു ഫോക്കസ് ഇല്ലാതെ പോയതുപോലെയാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഫീൽ ചെയ്തത്. ടെക്നിക്കലി ഈ പടം സോ ഗുഡാണ്. നമ്മുടെ ജെയ്ക്സ് ബിജോൻ്റെ ഒരു സിഗ്നേച്ചർ സാധനം ഈ പടത്തിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കിടിലാണ്. സീനിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗൂസ് ബംസ്. എനിക്ക് തോന്നുന്നത് ട്രെയിലറിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സാധനം നിതിൻ രാജ് ആരോളാൻഡ് പിന്നെ നമ്മുടെ ഡയറക്ടറും കൂടി ചേർന്ന് എഡിറ്റ് ചെയ്തിന്. എഡിറ്റിങ്ങിൽ കുറച്ചുകൂടി പരിപാടി കുറേ സീനൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കുന്നുണ്ട് അത് കാണിക്കണം. ഇത് ഓഡിയൻസ് എന്ത് പറയും, ഓഡിയൻസ് അതല്ല അവരുടെ വിഷയം. അവർ ഒരു വിഷണറി സാധനം അവർ വെച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പോകണമെന്നുള്ള വാശിയുള്ള, ഈ സിനിമയിലെ നസ്ലിനും പലപ്പോഴും ഈ സാധനമുണ്ട്. അത് വാശി ഇതിൻ്റെ ഡയറക്ടർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയതായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരിക്കലും ഈ സിനിമ മോശപ്പെട്ടു പോവേണ്ട പരാജയപ്പെട്ടു പോകേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് തീരെ അങ്ങ് വലിച്ച് നെടുക്കിയതുപോലെ ഫീൽ ചെയ്യും. സ്റ്റിൽ എനിക്ക് ഒരു വാച്ചബിൾ സിനിമയായിട്ട് തന്നെയാണ് ഇത് അനുഭവപ്പെട്ടിട്ടുള്ളത്. സൗണ്ട് ഡിസൈൻ മിക്സും വിഷ്ണു ഗോവിന്ദ് ഗംഭീര വർക്ക്. കോസ്റ്റ്യൂംസ് മെഹ്സർ ഹംസ, മേക്കപ്പ് റോണക് സേവ്യർ, നല്ല ടീമാണ്. കളറിസ്റ്റ് ശ്രീക്കു വാര്യർ, നല്ല ടീമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരല്ലാതെ പിന്നെ സംഗീത് പ്രതാപുണ്ട്. ആസ് യൂഷ്വൽ ഒരു ഉടായ്പ കഥാപാത്രത്തിൻ്റെ നൈസായിട്ട് അളിയൻ ചെയ്തു പോയിട്ടുണ്ട്. രാജേഷ് മാധവൻ റിവ്യൂവർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചന്തു സലീംകുമാർ, അൽത്താഫ്, അലക്സാണ്ടർ പ്രസാദ്, പിന്നെ നമ്മളെ ഈ മോഹിനിയാട്ടത്തിൻ്റെ ഭരതനാട്യത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള കൃഷ്ണദാസ് മുരളി, പ്രമോദ് വെളിയനാട് നല്ലൊരു റോളാണ് ഗംഭീർ ചെയ്തിട്ടുണ്ട്. മണികണ്ഠൻ പട്ടാമ്പി, അവരൊക്കെയാണ് പിന്നെ അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് പരിപാടികളുണ്ട്. DTS, തിയേറ്റർ, സിനിമ, CD, അനുപത്തെ മറ്റേ VCD, VCR, ഓർക്കുട്ട്, ഫേസ്ബുക്ക്, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെയൊക്കെ ഒരു ട്രാൻസിഷൻ, ആ കാലഘട്ടങ്ങൾ അഡ്രസ്സ് ചെയ്തത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, അതൊക്കെ എല്ലാം നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഒന്ന് പ്രേക്ഷകൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി ചിന്തിച്ച്, ഫുള്ളി ഡയറക്ടറുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിക്കാതെ കാണുന്ന പ്രേക്ഷകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി ചിന്തിച്ച് എല്ലാവർക്കും ഒന്ന് സ്വീകാര്യ ആവുന്ന രീതിയിൽ ഈ സിനിമ ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഒരു ഗംഭീര സിനിമയായിട്ട് മാറുമായിരുന്നു. സ്റ്റിൽ ഇറ്റ് ഈസ് ഓക്കേഷ് മൂവി.
ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.